Hi guys, welcome back. So in this video I'm going to share why I chose Government Medical College Ernakulam over Pariyara Medical College. If you are an MBBS aspirant trying to decide between these colleges, this video will give you a useful insight. The thing is, I recently got a comment. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ കുട്ടി എന്നോട് ചോദിച്ചത് കണ്ണൂർ ആൻഡ് എറണാകുളം മെഡിക്കൽ കോളേജിന്റെ പ്രോസ് ആൻഡ് കോൺസ് വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പൊ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കോളേജിനെ പറ്റി നല്ലൊരു അറിവ് വേണം. ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ 2 weeks മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമാണ് അറിയാവുന്നത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നു എന്നുള്ളതിന് ഫസ്റ്റ് ആൻസർ, എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ട്രിവാൻഡ്രം ടു എറണാകുളമാണ് എനിക്ക് വരാൻ കൂടുതൽ എളുപ്പം. എനിക്ക് ഒരുപാട് ദൂരം നിന്ന് പഠിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഞാൻ ട്രാവൽ അധികം ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കണ്ണൂർ വരെയൊക്കെ പോകുന്നത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് ഡിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എനിക്ക് ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്ന ടൈമിൽ എനിക്ക് ട്രെയിൻ ടിക്കറ്റ്സ് ഒന്നും റിസർവ്ഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ജനറലിലാണ് വരേണ്ടി വന്നത്. എനിക്കത് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. ഭയങ്കര തിരക്ക്, ഒരു വാഗൺ ട്രാജഡി പോലെ ഞാൻ ട്രെയിനിൽ അഡ്മിഷന് വേണ്ടിയിട്ട് വന്നത്, അമ്മയായിട്ട് വന്നത്. അതാണ് എന്റെ മെയിൻ കാര്യം. അപ്പൊ എനിക്ക് അപ്പോഴത്തന്നെ അങ്ങ് ഭയങ്കര എന്തോ പോലെ ഇത്രയും തിരക്കുള്ള ട്രെയിനിൽ ഒക്കെ വരണ്ടേന്നൊക്കെ ആലോചിച്ചിട്ട് അതാണ് ഫസ്റ്റ് കാര്യം. ഡിസ്റ്റൻസ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സിറ്റി ലൈഫ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എറണാകുളം വിൽ ബി എ വെരി ഗുഡ് ഓപ്ഷൻ. എനിക്കങ്ങനെ സിറ്റി ലൈഫ് വേണം അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഞാൻ മെയിൻ ആയിട്ട് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എറണാകുളം ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പോകണം എന്നുണ്ട്. അതുകൊണ്ടും കൂടാണ് ഞാൻ എറണാകുളം ചൂസ് ചെയ്തത്. നിങ്ങൾ സിറ്റി ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എറണാകുളം നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ ഇപ്പം ഫുഡ് ആണെങ്കിൽ നമുക്ക് സെപ്റ്റോ, സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഞാൻ വന്ന ടൈമില് ഇവിടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ ബസ്സൊക്കെ കുറവായിരുന്നു ഇവിടെ ജംഗ്ഷനിൽ നിന്ന് കോളേജിലേക്ക് എത്താൻ. കാരണം നമ്മുടെ കോളേജിൽ നിന്നും കുറച്ചൊന്നും ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം ആ പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി സോൾവ് ആയി. ഇപ്പൊ മെട്രോ ബസ്സസ് ഒക്കെ ഒരു ഹാഫ് ആൻ അവർ കൂടുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മെട്രോ ബസ്സസ് ഉണ്ട്. അത് ഏതാണ്ട് രാത്രി 8 മണി വരെ ഉണ്ട് മെട്രോ ബസ്സസ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇപ്പം യാതൊരു പ്രശ്നവുമില്ല. ഫുൾ കംഫർട്ടബിൾ ആണ് ഇവിടെ. അതാണ് ഞാൻ രണ്ടാമത് പറയുന്നൊരു കാര്യം. നിങ്ങൾ കണ്ണൂർ ഓർ എറണാകുളം എന്ന് പറയുമ്പോൾ കണ്ണൂർ അത്യാവശ്യം ഒരു സിറ്റി ഏരിയയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് വലിയ പ്രശ്നമായിട്ട് കണ്ണൂരും തോന്നിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നം തോന്നിയില്ല. ഇവിടെ ആണെങ്കിൽ എറണാകുളം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ആലുവയിൽ നിന്ന് ആണെങ്കിൽ ഒരു 15 minutes അത്ര എടുക്കത്തുള്ളൂ. ആൻഡ് എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ ടൗണിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 45 minutes കൊണ്ട് കോളേജിലേക്ക് എത്തും. കോളേജിലേക്ക് വരുന്നവരോട് ഞാൻ പറയുന്നത് എന്താണ്, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ ആലുവ ഇറങ്ങിയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ ടൗൺ ഹാളിൽ നിന്ന് കുറച്ചും കൂടി ദൂരം കൂടുതലാണ്. ഇവിടെ നിന്ന് ആലുവ പോകാനാണ് കൂടുതൽ എളുപ്പം. അടുത്തത് ഹോസ്റ്റലില് നമ്മുടെ കോളേജില് ഹോസ്റ്റലും കോളേജും നല്ല അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഒരുപാട് അങ്ങനെ നടക്കേണ്ട ഇഷ്യൂ ഒന്നുമില്ല. പരിയാരത്താണെങ്കിൽ ഹോസ്റ്റലും കോളേജും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണെങ്കിലും ഒക്കെ കുറച്ച് ദൂരം നടക്കേണ്ടി വരും. കുറച്ച് ഒന്ന് കയറ്റം പോലെ കയറി കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കോളേജും ഹോസ്റ്റലും എല്ലാം ഒരു വാളിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. എപ്പോഴും എന്തെങ്കിലും ഇപ്പൊ എടുക്കാൻ മറന്നുപോയാലും കോളേജ് ചെന്നിട്ട് പെട്ടെന്ന് തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് എടുക്കേണ്ടൊക്കെ പോവാം. അപ്പം അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് നമ്മുടെ കോളേജ് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽസ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആണ് ഇവിടെ നമ്മുടെ എറണാകുളത്ത്. ഫസ്റ്റ് ഇയർ ആണെങ്കിലും ഇപ്പൊ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ നമ്മൾ വേറെ ഹോസ്റ്റലിലാണ് ആൻഡ് ഫൈനൽ ഇയർ വേറെ ഹോസ്റ്റലാണ്. നമുക്കിവിടെ സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആണ്. ഫസ്റ്റ് ഇയർ സെപ്പറേറ്റ് ആണ് ആൻഡ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫൈനൽ ഇയർ വേറെ ഹോസ്റ്റലുണ്ട്. ആൻഡ് ഹൗസ് ഏജൻസി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്റ്റൽ ക്വാർട്ടേഴ്സിലേക്ക് മാറും. അങ്ങനെയാണ് ഇവിടുത്തെ ഹോസ്റ്റലിന്റെ ഒരു സ്കീം. ആൻഡ് ഈ 3 ഹോസ്റ്റൽസും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വളരെ നല്ല, ഇപ്പം നമ്മുടെ വാഷ്റൂം ആണെങ്കിലും അതുപോലെ തന്നെ ഹോസ്റ്റൽ റൂംസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലിനെ പറ്റി ഞാൻ പിന്നീട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഉള്ള റിസോഴ്സസിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പൊ അതാണ് ഹോസ്റ്റൽസിനെ പറ്റി. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഇനിഷ്യലി നമുക്ക് റൂംസ് അലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് പേര് ഒരു റൂമിൽ അങ്ങനെ ആയിട്ടായിരുന്നു ആദ്യം നിർത്തിയിരുന്നത്. അപ്പോഴെനിക്ക് കമ്പയർഡ് ടു കണ്ണൂർ എനിക്ക് എറണാകുളത്തെ ഹോസ്റ്റൽസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്കറിയില്ല,
എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇവിടുത്തെ ഹോസ്റ്റലാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടും നല്ലതായിട്ടും തോന്നിയത്. പിന്നെ അക്കാഡമിക്സ് പറയുവാണെങ്കിൽ കണ്ണൂർ ആ 2 ആഴ്ച നിന്നപ്പോഴത്തേക്ക് അവർ വളരെ നല്ലപോലെ എഫേർട്ട് ഇട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അവിടെ അക്കാഡമിക്സ് അത്യാവശ്യം നല്ലതെന്ന് ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക് വൈസ് കണ്ണൂർ നല്ലൊരു കോളേജ് തന്നെയാണ്. എറണാകുളത്ത് പറയുകയാണെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ അക്കാഡമിക്സ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോളേജാണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ ഇയർ കുഹാസ് ടോപ്പർ നമ്മുടെ കോളേജിൽ നിന്നായിരുന്നു. എന്തായാലും അക്കാഡമിക്സിന് നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ പഠിപ്പിച്ച് നമ്മളങ്ങനെ ഒരു ഗവൺമെന്റ് കോളേജ് പോലെ പഠിപ്പിക്കലൊന്നുമില്ല, അങ്ങനൊന്നുമല്ല. അത്യാവശ്യം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് എല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു കോളേജാണ് നമ്മുടെ ഈ കോളേജ്. പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ അത്യാവശ്യം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പേഷ്യൻസ് ഇവിടെ ഉണ്ട്. നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷർ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ണൂർ അതിനെ പറ്റിയിട്ട് എനിക്ക് ഐ ഡോണ്ട് ഹാവ് മച്ച് നോളജ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ അത്യാവശ്യം പേഷ്യന്റ് എക്സ്പോഷർ ഉള്ള ഒരു കോളേജ് തന്നെയാണ്. കാരണം കണ്ണൂർ, വയനാട് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരുന്ന ഒരു കോളേജാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ്. അപ്പൊ അവിടെയും ഞാൻ ബേസിക്കലി കണ്ട ഒരു ഇത് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പേഷ്യന്റ് എക്സ്പോഷർ ഉള്ള ഒരു കോളേജ് തന്നെയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. പിന്നെ അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഈവൻറ്റ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈവൻറ്റ്സ് ഉള്ളൊരു കോളേജാണ് നമ്മുടെ കോളേജ്. ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം 3 യൂണിയൻ മാറി വന്നിട്ടുണ്ട്. ആ 3 യൂണിയനിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇവന്റ്സ് നടത്തി നമുക്ക് ഒരു റിലാക്സേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കോളേജിന്റെ ആ ഒരു അക്കാഡമിക് സൈഡും ഒരു ഒരു എൻജോയ്മെന്റ് സൈഡും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോളേജാണ് നമ്മുടെ കോളേജ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസിക് കാര്യം. ഇനി നിങ്ങൾക്ക് അക്കാഡമിക് ബേസ് അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് മെയിലായിട്ട് എങ്ങനെയായാലും എന്നോട് ചോദിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോളേജിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.